സ്വന്തം ജീവിതത്തിൽ രാജകുമാരനെ ഭർത്താവായി ആഗ്രഹിച്ച രാജകുമാരി, പക്ഷെ വിധിച്ചതോ പരിഷ്കാരമില്ലാത്ത അംഗരക്ഷകനെ. ആ അകൽച്ച മനസ്സിലാക്കി വേണമായിരുന്നു നീ ഓരോന്നും ചെയ്യാൻ. രേണു, നീ നിന്റെ അപ്പോട്ടിനെ അനുസരിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ജീവിത രീതിയിലേക്ക് നീ ഇറങ്ങിച്ചെല്ലണമെന്നാ. നാൻസി, ഇനിയിപ്പോ ഞാൻ എന്തിനുണ്ടടി ഒരു സൊല്യൂഷൻ? അല്ല, അതിന് നീ എന്താ അത്ര വലിയ തെറ്റാണ് ചെയ്തത്? സ്വന്തം അഭിമാനം രക്ഷിക്കാൻ വേണ്ടി ഒരു ചെറിയ കള്ളത്തരം നീ മറ്റൊരാളെ കൊണ്ട് പറയിച്ചു. ഞാൻ പറയിച്ചതല്ല, എന്റെ സംസാരം അവിടെ കൊണ്ട് എത്തിച്ചതാ. പാവം എന്റെ അപ്പോട്ടിനെ ഞാൻ ചതിക്കല്ലേ? ഒന്ന് പോടി. ഇതിലും വലിയ കുരുത്തക്കടകൾ ഒപ്പിച്ചിട്ട് ഞാൻ എന്റെ പൈലറ്റിന് മുമ്പിൽ സ്റ്റൈലായി മാനേജ് ചെയ്തിട്ടുണ്ട്. ഏതൊരു ദാമ്പത്യത്തിന്റെയും നിലനിൽപ്പിന് ഒരല്പം നുണയും കള്ളത്തരവും ഒക്കെ കൂടിയേ തീരൂ. നിനക്കത് പറയാൻ കഴിയും, പക്ഷെ ഞാൻ... എന്റെ മോളെ, ഒന്നുകിൽ നീ നിന്റെ അപ്പൂട്ടനോട് ഉണ്ടായ സംഭവം തുറന്നു പറയുക, അല്ലെങ്കിൽ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് മട്ട് കാണിക്കുക. രേണു, ഓഹോ, ഹലോ, സമയം ഇപ്പൊ എത്രയായി? ഈ പാതിരാത്രിക്ക് നീ എന്തിനാ എവിടെ വന്നിരിക്കുന്ന? എന്താ രേണു, നിനക്ക് എന്ത് പറ്റി? എന്റെ കൂടെ പഠിച്ച ഒരു ഗീതയെ കുറിച്ച് ഞാൻ അപ്പോട്ടിനോട് പറഞ്ഞിട്ടുണ്ടോ? ഏത് ഗീത? ഭഗവത്ഗീതയാണ്. ഗീതയെ കുറിച്ചോ ആശയെ കുറിച്ചോ ഷീലയെ കുറിച്ചോ ആരൊക്കെ കുറിച്ച് നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ പാതിരാത്രിയിൽ ഗീതയ്ക്ക് ഇവിടെ എന്താ കാര്യം? കാര്യമുണ്ട്. ഇന്ന് ഗീതയുടെ ഫോൺ ഉണ്ടായിരുന്നു. വല്ലാത്ത പ്രതിസന്ധിയില്ല. പ്രതിസന്ധി ആർക്ക്? നിനക്കോ അതോ ഗീതയ്ക്കോ? അതെ, ഗീതയ്ക്ക്. എന്ത് പറ്റി? അവളുടെ ഭർത്താവ് വേറെ വല്ല പെണ്ണിനോട് ഒളിച്ചോടി പോയാ? അല്ല, പിന്നെ അവളുടെ ഭർത്താവ് അത്തരക്കാരനല്ല. അത്രയ്ക്ക് നല്ല മനുഷ്യനാണ് അയാൾ. ഇത്രയും നല്ലൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നിനക്ക് അയാൾ നേരത്തെ? ഇല്ല, ഗീത പറഞ്ഞുള്ള പരിചയം മാത്രം. എന്റെ പൊന്നു രേണു, നിന്റെ കൂട്ടുകാരിയുടെ കഥ മുഴുവൻ ഈ പാതിരാത്രിക്ക് തന്നെ പറഞ്ഞ് എന്നെ എന്തിനെങ്ങനെ ബോറടിപ്പിക്കുന്നത്? നീ നാളെ രാവിലെ ഇത് മുഴുവൻ വിസ്തരിച്ച് പറയും, ഞാനത് സ്വസ്ഥമായിട്ടിരുന്ന് കേൾക്കും. ഇപ്പൊ എനിക്ക് ഉറക്കം വരുന്നു, വാ പോവാം. പക്ഷെ ഇപ്പൊ തന്നെ ഇത് പറയാതെ എനിക്ക് ഉറക്കം വരില്ല. എന്നാ പറഞ്ഞു തൊലയ്ക്ക്. കഥ എന്തോന്ന്? ചെറുകഥയോ നോവലേറ്റോ? കഥ ചെറുതാണെങ്കിലും പ്രശ്നം വലുതാണ്. ഒരു സ്ത്രീ അറിഞ്ഞുകൊണ്ട് സ്വന്തം ഭർത്താവിനോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കഥ. പിന്നെന്തിനറിഞ്ഞുകൊണ്ട് അവളത് ചെയ്തു? അറിയാതെ അപ്പോട്ടാ അവക്ക് തെറ്റുപറ്റിയത്.